ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫേമസ് റെസിപ്പിയായ അപ്പവും മുട്ടക്കറിയും രണ്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പവും എഗ്ഗ് സ്റ്റൂ ഉണ്ടല്ലോ, അതുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അത് അടച്ച് വെക്കുക. ഇനി നമുക്ക് അരി അരച്ചെടുക്കുക. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് കുതിരാൻ വേണ്ടി 2 മണിക്കൂറോളം വെള്ളമൊഴിച്ച് കുതിർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഞാൻ നന്നായി അരയണം കേട്ടോ. തരികളൊന്നും ഇല്ലാതെ നന്നായി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിന് 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചിട്ടിട്ടുള്ളത്. അതിനുശേഷം മാറ്റി വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. അതാണ് കറക്റ്റ് അളവ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട്, ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇടാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുടാൻ നേരത്ത് ഇട്ടാലും മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇത് പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി അരച്ച് വെച്ച് രാവിലെയാണ് ഇനി ചുട്ടെടുക്കുന്നത്. അപ്പോഴേക്കും രാവിലെ ആയപ്പോൾ ഇത് നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് രാത്രി അരച്ച് വെക്കണോണ്ട് രാവിലെ പെട്ടെന്നുണ്ടല്ലോ ചുടാനൊക്കെ ഈസിയാണ്. ഇപ്പോൾ സ്കൂൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ പോകാനുള്ളതാണെങ്കിൽ രാത്രി ഇങ്ങനെ അരച്ച് വെച്ച് രാവിലെ ഈസിയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിങ്ങനെ പാർന്നിട്ട് ഇതിങ്ങനെ ബബിൾസൊക്കെ വന്നിങ്ങനെ പൊട്ടിങ്ങനെ ഇതാവില്ലേ, അപ്പോൾ വേണം ഇത് അടച്ചു വെക്കാൻ. അങ്ങനെ അപ്പോഴേക്കും കുറച്ച് നേരം അടച്ചു വെച്ചാൽ അങ്ങനെ ഇനി ചുറ്റുഭാഗം മുരിഞ്ഞിട്ടാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ മുരിയാതെ തന്നെ പെട്ടെന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഒരു തവി ഒഴിച്ചിട്ട് നന്നായി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബബിൾസ് വന്നുകൊണ്ട് ഇങ്ങനെ കുഴി വരുമല്ലോ, അങ്ങനെ എല്ലാ സ്ഥലത്തും വന്നതിന് ശേഷം വേണം അടച്ചേക്കാൻ കേട്ടോ. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ബബിൾസ് വന്ന് ഇങ്ങനെ പൊട്ടുമല്ലോ, അങ്ങനെ പൊട്ടി എല്ലായിടത്തും അങ്ങനെ വന്നതിന് ശേഷം അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം അതതിന്ന് എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിനു വേണ്ടി ഒരു ചട്ടി അടുത്ത് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായി അരിഞ്ഞത്. ഇത് 2 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിനെ ചെറുതായി അരിഞ്ഞിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഉണ്ടല്ലോ, അത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു 8 അല്ലിയോളം വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും ചതച്ചതാണ് ഇട്ടിട്ടുള്ളത്. അത് ഇട്ടിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കേങ്ങ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. 2ാം പാലുണ്ടല്ലോ, നമ്മൾ തേങ്ങാപ്പാലിന് 2ാം പാൽ ഇതിന് വേവാനല്ല, ഇതിനാവശ്യത്തിനുള്ള തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് അതേമാതിരി ഒരു പട്ടൻ്റെ ചെറിയൊരു പീസ് ഇട്ട് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ കേങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 കാഷ്യൂ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി പേസ്റ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് പാർന്ന് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്തെടുത്ത മുട്ട ഇതിലേക്ക് ചേർത്ത് ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച്. ഇനി ഗ്രേവി ഇല്ലാതെ ആണെങ്കിൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചേണ്ട ആവശ്യമില്ല. ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് ഇത് നന്നായി തിളച്ചൊന്ന് ഇതാവട്ടെ. സെറ്റായതിന് ശേഷം ഇതിലേക്ക് 1-ാം പാലില്ലേ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കുക, നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി സ്റ്റൂ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, തോനെ പണികളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ 1-ാം പാലും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ച് വെക്കുക. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി മുട്ടക്കറിയും അപ്പവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും പറയാട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.